എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ചെറുപയറും വാഴക്കൂമ്പ് കൂടി ചേർത്തിട്ടുള്ള ഒരു തോരനാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും നല്ല രുചിയുള്ള ഒരു തോരനാണ്. അതുപോലെ നല്ല ഹെൽത്തിയാണ്. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു കപ്പ് ചെറുപയർ നല്ലതുപോലെ കഴുകിയതിന് ശേഷം വേവിച്ചെടുക്കണം. കുതിർത്തി വെച്ച ചെറുപയറും വേവിച്ചെടുക്കാം. ഇത് ഞാൻ കുതിർത്താതെ ഡയറക്റ്റ്ലി വേവിക്കുന്നതാണ്. കുക്കറിലാണ് വേവിക്കുന്നത്. കൂടെ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. മീഡിയം തീയിൽ 3 വിസിലടിച്ചാൽ ചെറുപയർ നല്ലതുപോലെ വെന്ത് കിട്ടും. ചെറുപയറിൻ്റെ കൂടെ ചേർക്കുന്നത് വാഴക്കൂമ്പാണ്. വാഴക്കൂമ്പെന്ന് പറയാറുണ്ട്. എൻ്റെ നാട്ടിലൊക്കെ കൊടപ്പെന്ന് പറയാറുണ്ട്. കൂമ്പെന്ന് മാത്രം പറയാറുണ്ട്. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ്, നല്ല ഫൈബർ റിച്ചാണ്. നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ചെറുപയറിൻ്റെ കൂടെ ഇത് തോരൻ വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് വൃത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു 2-3 ഇതളുകൾ ഇതുപോലെ ഒന്ന് കളയണം. അതിന് ശേഷം ഇത് കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കളറ് മാറുകയും അരിഞ്ഞു കഴിയുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഇതിൻ്റെ കറയാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം അരിഞ്ഞെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ കറയാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം, അതും കുഴപ്പമില്ല. ഞാനിവിടെ ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് കൊത്തി അരിഞ്ഞ് തന്നെയാണ് എടുക്കുന്നത്. അത് ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. മുഴുവനായി അരിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കുക. നിങ്ങൾ അപ്പം തന്നെ തോരൻ തയ്യാറാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പയറ് വേവുന്ന സമയം കൊണ്ട് ഇത് അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് മുഴുവനായിട്ട് ഒഴിച്ച് വെച്ചാൽ ഇതിൻ്റെ കളറ് ഒരുപാട് അങ്ങ് മാറില്ല. ഇതേപടി വെച്ചാൽ കളറ് മാറി കറുത്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ഒരു 6 മുതൽ 10 വരെ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇടിച്ച മുളക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചില്ലി ഫ്ലേക്സ്, മുളക് ഹോളായിട്ടുള്ളതാണെങ്കിലും ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കൈപ്പിടി ചിരവിയ തേങ്ങ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഓൾറെഡി പയർ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഒരുപാട് കളർ മാറിയിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം വെച്ചാൽ നല്ല കറുത്ത കളറായിട്ടുണ്ടാവും. വാഴക്കൂമ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെയാണ് വേവിച്ചെടുക്കേണ്ടത്. മിക്സ് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്യാം. അതിനുശേഷം തീ ഒന്ന് കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കുക. ഏറ്റവും ചെറിയ തീയിൽ അടച്ച് വെച്ച് കൊടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് വാഴക്കൂമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. 5 മിനിറ്റിന് ശേഷം വാഴക്കൂമ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പയർ ചേർത്ത് കൊടുക്കുക. പയറ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ക്രഷ് ചെയ്ത ബ്ലാക്ക് പെപ്പറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു തോരനിലേക്ക് ഇതുപോലെ ലാസ്റ്റ് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കൂടി വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ചൂടോടുകൂടി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.